നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വേണം പറഞ്ഞില്ലേ, അടുത്തേക്ക് വരരുത് വരരുത്. രാജേഷേ വേണ്ട, നീ കത്തി താഴെയിട്. പിന്നെ ഒരു പീറ കോൺസ്റ്റബിൾ ആജ്ഞാപിച്ച ഈ ബ്ലേഡ് രാജേഷ് അനുസരിക്കുന്ന കരുതിയോ? എന്തിനാണ് പോലീസുകാർ അവനെ ഉപദ്രവിക്കുന്നത്? അവനല്ലോ അപകടം ഉണ്ടാക്കിയത്. പ്രതികയുടെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമല്ലേ? അതിപ്പോ പോലീസുകാർക്ക് അറിയില്ലല്ലോ വേണുവേട്ടാ. അതുകൊണ്ടല്ലേ അവരവന് ജാമ്യം പോലും കൊടുക്കാത്തത്. അത് ശരിയാണ്. അങ്ങനെയാണ് പോലീസുകാർ കരുതുന്നെങ്കിലും അവനെ തല്ലുകയോ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. അപകടങ്ങൾ ദിവസത്രേ നടക്കുന്നത്. അതിന് കാരണക്കാരായവരെ പോലീസുകാർ ഉപദ്രവിക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ രാജുവിനെ അവർ ഉപദ്രവിക്കില്ല. നീ വെറുതെ ആദ്യപ്പെടാതിരിക്കേ. എന്തൊക്കെ പറഞ്ഞാലും അവനെ എന്റെ മുമ്പിൽ കാണാതെ എന്റെ നെഞ്ചിടിപ്പും വെപ്രാളവും മാറില്ല. രാധേ, രാജുവിനെ ഏത് വിധനെയും പുറത്തിറക്കുമെന്ന് ഉറപ്പ് വന്നിട്ടല്ലേ പ്രതീകമോട് പോയിരിക്കുന്നത്. കൂടെ രമ്യുണ്ടല്ലോ. പറഞ്ഞതുപോലെ അവരെങ്ങനെയെങ്കിലും രാജുവിനെ പുറത്തു കൊണ്ടുവരും. കോടതിയിൽ ഹാജരാക്കാതെ രാജുവിന് ജാമ്യം കൊടുക്കാൻ പറ്റില്ലെന്നാണല്ലോ വേണുവേട്ടനോട് ആ SI പറഞ്ഞത്. എന്നോട് അയാൾ അങ്ങനെ തന്നെ പറഞ്ഞത്. ആ സ്ഥിതിക്ക് പ്രതികമോള് രമ്യം പോയാ ആ SI സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുത്ത് രാജുവിന് പുറത്തു വിടുവോ? എടി, സ്റ്റേഷനിലേക്ക് പോയവര് നമ്മളെപ്പോലെ കേൾപ്പോരും കേൾവിയും ഒന്നും ഇല്ലാത്തവരല്ല. പ്രതികാരാ മന്ത്രിയുടെ മോളല്ലേ? ആ പരിഗണന SI മോളോട് കാണിക്കാതിരിക്കില്ല. അച്ഛനെ കൊണ്ട് സ്റ്റേഷനെ വിളിച്ചു പറയിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന ആ കുട്ടിക്ക് അച്ഛന്റെ സ്വാധീനം ഉപയോഗിക്കാൻ സാധിക്കുമോ? എന്തോ എനിക്കത്ര പ്രതീക്ഷയൊന്നും തോന്നില്ല വേണേട്ടാ. എടി, ഒന്നും കാണാതെ ഏതായാലും ഹൃതിക രാജുവിനെ പുറത്തിറക്കാമെന്ന് നമുക്ക് ഉറപ്പ് തരില്ലല്ലോ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ആ കുട്ടി രാജുവിനെ പുറത്തിറക്കാനുള്ള എന്തോ ഒരു മാർഗം വ്യക്തമായി മനസ്സിൽ കണ്ടിട്ടുണ്ട്. എന്റെ ശ്രീ പരമേശ്വര, എന്റെ മോനെ എത്രയും പെട്ടെന്ന് ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. രാജുവിനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാൻ പ്രതികമോളെ അവിടുന്ന് സഹായിക്കണേ. രാധേ, പ്രതീക്ഷ കൈവിടാതിരിക്കേ. പ്രതികയും രമ്യയും രാജുവിനെ കൊണ്ടുവരും. ഇവിടെ ആരും ഇല്ലടാ എനിക്കൊരു ചിക്കൻ ഫ്രൈ കൊണ്ടുതരാൻ. ചേട്ടാ, ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കഴിച്ചോ. കാശിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. രാജേഷിന്റെ പോക്കറ്റില്ലേ ലക്ഷങ്ങളുണ്ട്. ലക്ഷങ്ങൾ ഒരു കാറിന്റെ മുമ്പിൽ വീണ ലക്ഷങ്ങൾ കിട്ടുമെന്നറിയാൻ ഞാൻ വൈകിപ്പോയി. ഈ രാജേഷ് ഇത് എവിടെ പോയി കിടക്കുക? വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ്. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.